എല്ലാവർക്കും astro.digit.gp സ്വാഗതം. നമുക്കിന്ന് 4 എന്ന സംഖ്യയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ 4 എന്നുള്ളൊരു സംഖ്യ, അതിനോട് സാമ്യമായിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ സാമ്യമായിട്ടുള്ള ഡേറ്റ് 13, 22 ആൻഡ് 31. അപ്പോൾ 4 എങ്ങനെയാണ് 13നോട് സാമ്യമായി വരിക എന്ന് ചോദിച്ചാൽ, 13നെ നമ്മൾ 1 + 3 4, 22നെ നമ്മൾ 2 + 2 4, 31നെ നമ്മൾ 3 + 1 4. അപ്പോൾ രാഹുവിനെ പ്രതിദാനം ചെയ്യുന്നൊരു സംഖ്യ 4. അപ്പോൾ ഈ 4ൻ്റെ സ്വഭാവ രീതികൾ മറ്റുള്ള സംഖ്യകളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് ഇവരുടെ ഒരു സ്വഭാവ രീതി എന്ന് നോക്കാം. വ്യത്യസ്തമായൊരു വ്യക്തിത്വം പുലർത്തുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഏതു കാര്യത്തിലും സ്വതന്ത്രമായൊരു വീക്ഷണം ഇവർ പുലർത്തും. പിന്നെ എന്തിനും എതിര് പറയുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. സൗമനസ്യത്തോടു കൂടിയോ സൗമ്യമായോ ഇവർ വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ. മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്നങ്ങോട്ട് പറയും. വാദപ്രതിവാദങ്ങളിൽ എതിര് പിടിക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കില്ല, ചിലപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. ആ ഒരു സ്വഭാവം ഇവർക്ക് കൂടുതലായിരിക്കും. എപ്പോഴും വിമർശന സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ ക്രിറ്റിസം ഇവരുടെ ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഇവർ അഭിനന്ദനങ്ങളൊന്നും അധികം ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം അത് അവർ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അപ്പോൾ രാഹുവിൻ്റെ ഏറ്റവും നല്ല പവർഫുൾ സമയം എന്ന് പറയുന്നത് ജൂൺ 21 മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ്. ഈ സമയത്തിൽ ജനിച്ചവർക്ക് രാഹുവിൻ്റെ ഗുണബലങ്ങൾ ഉണ്ടായിരിക്കും. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഗുണബലങ്ങൾ കുറഞ്ഞിരിക്കും. ഇപ്പോൾ രാഹുവിൻ്റെ ഗുണബലങ്ങൾ കുറഞ്ഞവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ രാഹു ദോഷസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ആയില്യം നാളിൽ രാഹു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പാൽ, എണ്ണ, പനിനീർ കൊണ്ടൊക്കെ നാഗരാജാവിന് അഭിഷേകം ചെയ്യുന്നതും വളരെ അത്യുത്തമമാണ്. 4ൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ലക്കത്തിൽ. നമസ്തേ.